SSLC കഴിയുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മുന്നിലേക്കുള്ള 3 റൂട്ടുകളുണ്ട്. ഇപ്പോൾ കൊമേഴ്സ് ആണെങ്കിലും സയൻസ് ആണെങ്കിലും ഹ്യൂമാനിറ്റീസ് ആണെങ്കിലും അതിൽ 2 റൂട്ട് അവർക്ക് അറിയാം എന്തൊക്കെയാണ് ഹ്യൂമാനിറ്റീസിൽ എന്തൊക്കെയാണെന്നുള്ളതിനെ കുറിച്ച് പിക്ചർ ഉണ്ട്. ഒരു 8, 9, 10 ഇതിനകത്ത് കൃത്യമായിട്ട് പഠിക്കുന്നുണ്ട്. താഴത്തെ ക്ലാസ്സിലും ധാരണയുണ്ട്. തീർച്ചയായിട്ടും ധാരണയുണ്ട്. ഈ സയൻസിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കും അറിയാം അല്ലേ, കൃത്യമായിട്ടുള്ള പിക്ചർ ഉണ്ട്. കൊമേഴ്സിലേക്ക് നോക്കുന്ന സമയത്ത് അവർക്ക് കൃത്യമായിട്ടുള്ള പിക്ചർ ഇല്ല. അപ്പോൾ അവിടെ ഫേസ് ചെയ്യുന്ന വലിയൊരു പ്രോബ്ലം ഇവർക്ക് 10ാം ക്ലാസ്സിൽ കൊമേഴ്സിനെ കുറിച്ച് ഒരു അവയർനെസ് ഇല്ല എന്നുള്ളതാണ്. ഡേഞ്ചർ ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആയിട്ട് ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. കാരണം കൊമേഴ്സിനെ അറിഞ്ഞ് അതിന് ഇഷ്ടപ്പെട്ട് വരേണ്ട ഒരു കുട്ടി ചിലപ്പോൾ അവിടെ ഡീവിയേറ്റ് ചെയ്ത് പോകുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. കൊമേഴ്സിന്റെ പോർഷൻസ് ഹൈസ്കൂൾ തലത്തിൽ വർദ്ധിപ്പിക്കണം. നേരത്തെ അതിനെപ്പറ്റിയുള്ള ചർച്ചകളൊക്കെ നടന്നിട്ടുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു പുതിയ പോസ്റ്റുകൾ കൊമേഴ്സുകാർക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്യപ്പെടേണ്ടതായിട്ട് വരും. അവിടെ ഉണ്ടാവുന്ന ഒരു ചെലവ് ഇതൊക്കെ ആയിരിക്കും ഒരുപക്ഷെ അതിന് വേണ്ടപ്പെട്ട ആളുകളെ പുറകോട്ട് വലിക്കുന്നത്. പുതിയ പാഠ്യപദ്ധതിക്കകത്തേക്ക് കൊമേഴ്സിന്റെ ഒരു വർധനവ് വരുത്തണം എന്നുള്ളതുകൊണ്ട് അതങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഒരു അവയർനെസ് കൊടുക്കുകയാണെങ്കിൽ ഈ സബ്ജക്റ്റും വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിനെക്കുറിച്ചും പഠിക്കണം. താല്പര്യമുള്ള ആളുകൾക്ക് ഇതിലേക്കും പോകാമെന്നുള്ളത് കൃത്യതയോടുകൂടി അവരിലേക്ക് എത്തിക്കാൻ വേണ്ടി.